ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വചനം. പിശാചി ബാധിതനെ സുഖപ്പെടുത്തുന്ന യേശു പിശാചി ബാധിതൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ പിശാചി ബാധിതൻ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? അങ്ങ് കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? സത്യത്തിൽ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പിശാച് സംസാരിക്കുന്നത്. മഹോന്നത ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ. എത്ര വ്യക്തവും കൃത്യവുമായിട്ടാണ് അതിനകത്ത് ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്നത്. മഹോന്നത ദൈവത്തിൻ്റെ പുത്രൻ. പരിശുദ്ധ സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസം തന്നെ അതാണ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. അതേ കാര്യം തന്നെയാണ് പിശാച് യേശുവിനെ വിളിച്ചുകൊണ്ട് ഏറ്റുപറയുന്നത്. പക്ഷേ അവനൊരു കാര്യം പറയുന്നുണ്ട്, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഇന്ന് നമ്മളൊക്കെ ദൈവവിശ്വാസം ഏറ്റുപറയുമ്പോഴും ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ നമ്മൾ അവസരം കൊടുക്കാറില്ല. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വില നൽകാറില്ല. കുട്ടികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അമ്മ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അതുപോലെ അധ്യാപകരോട് ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? സമൂഹത്തിൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്യേണ്ടവരും മോൾഡ് ചെയ്യപ്പെടേണ്ടതുമായ പലരോടും നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ എന്താണ് കാര്യം? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കുക, അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ സത്യത്തിൽ മറ്റുള്ളവർക്ക് വിധേയപ്പെടാനോ മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രവിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരഹന്ത അവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതിനാണ് പൈശാചികത എന്ന് പറയുന്നത്. അതുകൊണ്ട് എളിമയോടെ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുവാനും അതനുസരിക്കുവാനുമുള്ള എളിമയും വിധേയത്വവും കാത്തു സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.